സീസൺ 6-ലെ ഏറെ നാടകീയതകൾ നിറഞ്ഞ സംഭവമായിരുന്നു അസീറോക്കി സിജോയെ ആക്രമിച്ചത്. വാക്കുതർക്കത്തിനിടെ അസീറോക്കി സിജോയുടെ മുഖത്ത് ശക്തമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായ പരിക്കേറ്റ സിജോ ഇപ്പോഴും ചികിത്സയിലാണ്. അസീറോക്കി അന്ന് ബിഗ് ബോസ് തന്നെ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ അസീറോക്കിക്കെതിരെ കേസുകൾ നിരവധിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ തനിക്ക് കേസൊന്നുമില്ല എന്ന് സിജോ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അസീറോക്കി സിജോ വിഷയം കോടതി കയറുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ബിഗ് ബോസ് സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയുമായി അഭിഭാഷകനായ ആദർശ് കോടതിയെ സമീപിച്ചിരുന്നു. കോടതിക്ക് പുറമെ പോലീസിനും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും ആദർശ് പരാതി നൽകിയിരുന്നു. ഇപ്പോഴിതാ ഈ പരാതിയിൽ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം പരിപാടി ഉള്ളടക്കം പരിശോധിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഷോയുടെ സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഷോ നിർത്താനുള്ള നിർദ്ദേശവും നൽകും. ആരോപണവിധേയമായ ഇത്തരം നിയമലംഘനങ്ങളിൽ പ്രോഗ്രാമിന്റെ അവതാരകനും ചലച്ചിത്ര നടനുമായ മോഹൻലാലിന്റെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കാണുന്ന ഇത്തരം ഷോയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നത് വളരെയധികം പോരായ്മ തന്നെയാണ്. ഇതിനെതിരെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത്. പരിപാടി സംരക്ഷണം ചെയ്ത ഏഷ്യാനെറ്റ് മാതൃകാ കമ്പനിയായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നിവയ്ക്കും അസീറോക്കിക്കെതിരെയും നടപടി വേണമെന്നും നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഇനി സംരക്ഷണം ചെയ്യാൻ പാടില്ല. വലിയ നിയമലംഘനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഏത് വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ആര് നിയമവിരുദ്ധമായി നടപടി സ്വീകരിച്ചാലും നടപടി വേണമെന്നും അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.